വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. കെസിബിസിയും സിബിസിഐയും ബില്ലിനെ പിന്തുണച്ചത് പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നിലവിൽ വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്ന് സിബിസിഐ വ്യക്തമാക്കിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിലവിൽ ലോക്സഭയുടെ നടപടിക്രമങ്ങളിൽ ബില്ല് ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഈ സമ്മേളന കാലയളവിൽ തന്നെ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ തന്നെ ബില്ല് അവതരണം ഉണ്ടാകും. കാരണം 4-ാം തീയതി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം അവസാനിക്കുകയാണ്. അത്തരത്തിൽ ബില്ല് നാളെ ലോക്സഭയിൽ എത്തും എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായും വഖഫ് നിയമ ഭേദഗതി ബിൽ വീണ്ടും മാറുകയാണ്. ക്രിസ്ത്യൻ സമൂഹം, ഒപ്പം കെസിബിസിയും സിബിസിഐയും ഉൾപ്പെടെ കത്തോലിക്ക ബിഷപ്പ് കൂട്ടായ്മകൾ ഇവയെല്ലാം തന്നെ ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് എല്ലാ എംപിമാരും രാഷ്ട്രീയവും സങ്കുചിതമായ പ്രീണന രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയത്തിൽ വഖഫ് ഭേദഗതി നിയമത്തിനെ അനുകൂലിച്ച് പാർലമെന്റിൽ വോട്ട് ചെയ്യണം എന്നുള്ളത് സിബിസിഐയും കെസിബിസിയും എല്ലാം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപ് ഈ ബില്ലിനെ രൂക്ഷമായി എതിർത്തിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ നിലവിൽ പ്രതിസന്ധിയിലാണ്. ക്രൈസ്തവ സമൂഹം, ഒപ്പം മുനമ്പം ഉൾപ്പെടെ വഖഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് സമരമുഖത്ത് നേരിട്ടുള്ള പൊതുജനങ്ങൾ, അത് ജാതി മതത്തിനപ്പുറത്തേക്ക് ഈ നിയമം അല്ലെങ്കിൽ ഈ വഖഫ് ബോർഡിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് ബാധിക്കുന്ന ജനങ്ങളും ആവശ്യപ്പെടുന്നത് ഈ നിയമം പ്രാബല്യത്തിൽ വരണം, അല്ലെങ്കിൽ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരണം. അതിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനമാണ് നൽകിയിട്ടുള്ളത്. നിലവിൽ ആ ബില്ല് പരിശോധിക്കുമ്പോൾ നേരത്തെ 2024 ഓഗസ്റ്റിൽ കിരൺ റിജിജു അവതരിപ്പിച്ച ബില്ലിന്മേൽ 14 ശുപാർശകളാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി മുൻപോട്ട് വെച്ചത്. ആ ശുപാർശകൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പുതിയ ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നിലവിൽ വഖഫ് ബോർഡിനുള്ള അനിയന്ത്രിതമായിട്ടുള്ള അധികാരം അത് ഒഴിവാക്കുകയും രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് വഖഫ് ബോർഡിന്റെ പ്രവർത്തനം കൊണ്ടുവരികയും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതും ബോർഡുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായാൽ ഭൂമി സർവേ നടത്തുന്നതിന് കളക്ടർക്കോ കളക്ടർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥനോ അധികാരം നൽകുന്നതുമാണ്. ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികളാണ് വഖഫ് ബോർഡിന്റെ നിലവിലുള്ള നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനെതിരെ വലിയ വ്യാജ പ്രചരണം, ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, മുസ്ലിം മത സ്വാതന്ത്ര്യത്തിനെതിരാണ് തുടങ്ങിയിട്ടുള്ള വ്യാജ പ്രചരണം ഒവൈസി ഉൾപ്പെടെ തീവ്ര ഇസ്ലാമിക നേതാക്കൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ആശയ പ്രചരണം ബില്ലിനെതിരെ നടക്കുമ്പോൾ കൂടിയാണ് ഈ ബില്ല് മതസ്വാതന്ത്ര്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഒപ്പം വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനാണ് ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും നാളെ ലോക്സഭയിൽ ബില്ല് വീണ്ടും അവതരിപ്പിക്കും എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തുവരുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.